ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെയർ സർട്ടിഫിക്കറ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്നാൽ എന്താണ്, എന്തൊക്കെ പ്രൊസീജിയറിലൂടെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞൂലേ. ആപ്ലിക്കേഷന്, അലോട്ട്മെൻറ്റ്, കോൾസ് ഓൺ ഷെയർസ്, കോൾ ഇൻ അഡ്വാൻസ് ഒക്കെ പറഞ്ഞൂലേ. ഇങ്ങനെ ഒരു കമ്പനിയിലെ ഷെയർ ഒരു ഇൻവെസ്റ്റർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു ഷെയർ ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഇത് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എവിഡൻഷ്യൽ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു ദ ഷെയർ ഹോൾഡർ. കമ്പനിയിൽ നിന്നും ഷെയർ ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ നൽകുന്ന ഒരു ഡോക്യുമെൻ്റ്, ഒരു രേഖയാണ് ഇത് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിലെ ഓഹരി ഉടമയ്ക്ക് കമ്പനിയിൽ നിന്നും നൽകുന്ന ഒരു എവിഡൻഷ്യൽ ഡോക്യുമെൻ്റാണ് ഇത്, ഒരു തെളിവ് രേഖയാണ് ഇത് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ ഷെയർ വാങ്ങിയ വ്യക്തിക്ക്, ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡർക്ക്, ഒരു കമ്പനിയിലെ ഓഹരി വാങ്ങിയിട്ടുള്ള ഷെയർ വാങ്ങിയിട്ടുള്ള വ്യക്തിക്ക് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. ഇറ്റ് ഈസ് ആൻ എവിഡൻഷ്യൽ ഡോക്യുമെൻറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക? ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി സ്റ്റേറ്റിംഗ് ദാറ്റ്, അതിൽ എന്തൊക്കെ ഉണ്ടാവും? ദ പേഴ്സൺ നെയ്മഡ്, ദർ ഈസ് ദ രജിസ്റ്റേർഡ് ഹോൾഡർ, ആ വ്യക്തിയുടെ പേരുണ്ടാവും. ഹൂ ഈസ് ദ ഹോൾഡർ ഓഫ് ദി ഷെയർസ്, ഷെയർ ഹോൾഡർ ആരാണ്, അയാളുടെ പേരുണ്ടാവും. രജിസ്റ്റേർഡ് ഹോൾഡറുടെ പേരുണ്ടാവും. ആൻഡ് സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ്, എത്ര ഷെയറുകൾ, എത്ര എണ്ണം ഷെയറുകളാണ് ആ വ്യക്തിയുടെ കൈവശമുള്ളത്, ആ ഷെയർ ഹോൾഡറുടെ കൈവശമുള്ളത്. കമ്പനിയുടെ എത്ര ഷെയറുകളാണ് ആ വ്യക്തിയുടെ കൈവശമുള്ളത്. സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് ഓഫ് സെർട്ടൈൻ ക്ലാസ്, ഏത് ക്ലാസ്സിലുള്ള ഷെയറുകളാണ്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ് ഉണ്ടാവും, അതിലേത് ക്ലാസ്സിലുള്ള ഷെയറാണ്. ആൻഡ് ദേ ആർ പെയ്ഡ് അപ് ടു ദ എമൗണ്ട് സ്പെസിഫൈഡ്, എത്ര രൂപയാണ് ആ ഷെയർ വാങ്ങുന്നതിന് അവർ കൊടുത്തിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ എന്തിലുണ്ടാവും? ഷെയർ സർട്ടിഫിക്കറ്റിലുണ്ടാവും. ആരാണ് ഷെയർ വാങ്ങിയിട്ടുള്ളത്, എത്ര എണ്ണം ഷെയറുകളാണ് വാങ്ങിയിട്ടുള്ളത്, അത് ഏത് ക്ലാസ്സിൽ വരുന്ന ഷെയറാണ്, അതുപോലെ തന്നെ എത്ര എമൗണ്ടാണ് ആ ഷെയറിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഷെയർ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഷെയർ ഹോൾഡർ മസ്റ്റ് കീപ് ഷെയർ സർട്ടിഫിക്കറ്റ് ഇൻ സേഫ് കസ്റ്റഡി. ഷെയർ ഹോൾഡർ, ഓഹരി ഉടമ എന്ത് ചെയ്യും? ആ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? അയാളുടെ സേഫ് കസ്റ്റഡിയിൽ വെക്കും. അയാളുടെ സേഫ് കസ്റ്റഡിയിൽ, അയാളുടെ കൈവശം വളരെ സുരക്ഷിതമായിട്ട് വെക്കും. അതൊരു ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ, ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് പേപ്പർ രൂപത്തിലുള്ളതായിരിക്കും, ടാഞ്ചിബിൾ ആയിരിക്കും, തൊടാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യും? ആ ഷെയർ സർട്ടിഫിക്കറ്റിനെ ഒന്നുകിൽ എന്ത് ചെയ്യും? സേഫ് കസ്റ്റഡിയിലായിട്ട് വെക്കും, അയാളുടെ സ്വന്തം സേഫ് കസ്റ്റഡിയിൽ സേഫായിട്ട് വെക്കും. ഓർ ഇൻ കേസ് ഓഫ് ഷെയർസ് വിച്ച് ആർ ട്രേഡഡ് ഇൻ ഡിമാറ്റ് മോഡ് ഓർ ഡെപ്പോസിറ്ററി. ഇനി അതല്ല, ഷെയർസ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഡിമാറ്റ് മോഡിലാണ്, ഡിമെറ്റീരിയലൈസ്ഡ് മോഡിലാണ്, അല്ലെങ്കിൽ ത്രൂ ഡെപ്പോസിറ്ററിയാണ്, ഡെപ്പോസിറ്ററിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് എങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ ഡിമെറ്റീരിയലൈസ്ഡ് മോഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിമാറ്റ് മോഡിലാണ് ട്രേഡ് നടക്കുന്നത് എങ്കിൽ, ഇലക്ട്രോണിക് മോഡിലാണ് ട്രേഡ് നടക്കുന്നത് എങ്കിൽ, അവിടെ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? ഫിസിക്കൽ ഫോമിൽ നിന്നും ഏതിലേക്ക് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക്, ഡിമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് സൂക്ഷിക്കുക. അത് സൂക്ഷിക്കുന്ന ആളുകളാണ് ആര്? ഡെപ്പോസിറ്ററീസ് എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഷെയർ ഹോൾഡർ തൻ്റെ കസ്റ്റഡിയിൽ വെക്കും. ഇനി അതല്ല, ഡിമാറ്റ് മോഡ്, ഡെപ്പോസിറ്ററിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഷെയർസ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ, അല്ലെങ്കിൽ ഡിമാറ്റ് ഫോർമാറ്റിൽ, അല്ലെങ്കിൽ ഡിമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിൽ എന്ത് ചെയ്യും? കെപ്റ്റ് ചെയ്യും. ആര്? ഷെയർ ഹോൾഡർ. ഇനി എന്തൊക്കെയാണ് ഷെയർ സർട്ടിഫിക്കറ്റിൽ ഉള്ള കണ്ടൻറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. എന്തെല്ലാമാണ് ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളടക്കം? വാട്ട് ആർ ദ contents of share certificate?
there are several contents included in a share certificate. First one, name and address of the company. കമ്പനിയുടെ പേര്, വിലാസം. രണ്ടാമത്തേത്, സീരിയൽ നമ്പർ ഓഫ് ദി ഷെയർ സർട്ടിഫിക്കറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റിന് ഓരോന്നിനും യുണീക്ക് ആയിട്ടുള്ള സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും. സോ ആ സീരിയൽ നമ്പർ ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. പിന്നെയോ ഡേറ്റ് ഓഫ് ഇഷ്യൂ, എന്നാണ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ആ കാര്യം ഉണ്ടാവും. അതുപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോൾഡർ, ഷെയർ ഹോൾഡറുടെ പേര്, വിലാസം, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്പർ ആൻഡ് ക്ലാസ് ഓഫ് ഷെയർസ്, എത്ര എണ്ണം ഓഹരികൾ, എത്ര എണ്ണം ഷെയറുകൾ, അതുപോലെ തന്നെ ഏത് ക്ലാസ്സിൽ വരുന്ന ഷെയറുകളാണ്. ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ഓഫ് ഷെയർസ്, അതുപോലെ നോമിനൽ വാല്യൂ എത്രയാണ്, ഫേസ് വാല്യൂ ഷെയറിൻ്റെ മുഖവില എത്രയാണ് എന്നുള്ള കാര്യം. അതുപോലെ എമൗണ്ട് പെയ്ഡ് ഓൺ ഈച്ച് ഷെയർ, ഓരോ ഓഹരിയുടെ മുകളിലും എത്ര രൂപയാണ് അടച്ചിട്ടുള്ളത്. ഇംപ്രഷൻ ഓഫ് കോമൺ സീൽ, കമ്പനിയുടെ കോമൺ സീൽ അതിൽ കുത്തിയിരിക്കണം. അതുപോലെ സ്പേസ് ഫോർ സിഗ്നേച്ചർ, ഒപ്പിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അതിൽ ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളടക്കമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഷെയർ വാറൻറ്റ്. ഷെയർ വാറൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഡോക്യുമെൻ്റ് ആണ്. ഷെയർ വാറൻറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് അണ്ടർ എ കോമൺ സീൽ ഓഫ് ദി കമ്പനി സ്റ്റേറ്റിംഗ് ദാറ്റ് ദ ബെയറർ ഈസ് എൻടൈറ്റിൽഡ് ടു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ്. ഷെയർ വാറൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി അവരുടെ കോമൺ സീലിന് കീഴിൽ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഷെയർ വാറൻറ്റ്. ഒരു കമ്പനി അവരുടെ കോമൺ സീലിൻ്റെ അണ്ടറിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഷെയർ വാറൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. സ്റ്റേറ്റിംഗ് ദാറ്റ്, ആ ഷെയർ വാറൻറ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ പ്രസ്താവിച്ചിട്ടുണ്ടാവും എന്ത്, ദ ബെയറർ ഈസ് എൻടൈറ്റിൽഡ് ടു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് ഇൻ എ കമ്പനി. ഷെയർ വാറൻറ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് കൈവശം വെക്കുന്ന ബെയറർ, വാഹകൻ, ബെയർ എന്ന് വെച്ചാൽ ആരുടെ കൈവശമാണോ അതുള്ളത് അയാൾ. ഷെയർ വാറൻറ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് കയ്യിലുള്ള ആ ബെയറർ ഈസ് എൻടൈറ്റിൽഡ് ടു ദ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ്, അയാൾക്ക് എന്തിനുള്ള അധികാരമുണ്ട്, കമ്പനിയിൽ നിശ്ചിത എണ്ണം ഓഹരികൾക്ക് അധികാരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിശ്ചിത ഓഹരികൾക്ക് വേണ്ടി ഓഹരികൾക്ക് അധികാരം നൽകുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഷെയർ വാറൻറ്റ്. ഷെയർ വാറൻറ്റ് കയ്യിലുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ആ കമ്പനിയിൽ എന്തുണ്ടാവും, ഒരു കമ്പനിയുടെ ഷെയർ വാറൻറ്റ്, ഒരു കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർ വാറൻറ്റ് ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട് എന്നാൽ ആ കയ്യിലുള്ള വ്യക്തി, ആ ഷെയർ വാറൻറ്റ് കയ്യിലുള്ള വ്യക്തിക്ക് എന്തുണ്ട്, കമ്പനിയിൽ നിശ്ചിത എണ്ണം ഓഹരികൾക്കുള്ള അവകാശമുണ്ട് എന്നാണ് കാണിക്കുന്നത്. ബീങ് എ ബെയറർ ഡോക്യുമെൻറ്റ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി. ഇതൊരു ബെയറർ ഡോക്യുമെൻ്റ് ആണ്. അതായത് ആരുടെ കൈവശമാണോ ഇരിക്കുന്നത് അയാൾക്കാണ് കമ്പനിയുടെ ഷെയറിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഡെലിവർ ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യാം, ബെയറർ ഡോക്യുമെൻ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതായത് എൻ്റെ കയ്യിലൊരു ഷെയർ വാറൻ്റ് ഉണ്ട്, ഡോക്യുമെൻ്റ് ഉണ്ട്, ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ വാറൻ്റ് എൻ്റെ കയ്യിലുണ്ട്. അതായത് എനിക്ക് ആ കമ്പനിയിൽ നിശ്ചിത ഷെയറിനുള്ള അവകാശമുണ്ട്, അത് എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാനാണ് ബെയറർ, ഇപ്പം എൻ്റെ കയ്യിലാണ് അതുള്ളത്, ഞാനാണ് വാഹകൻ, എൻ്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, എനിക്കെന്തുണ്ട്, ആ കമ്പനിയിലെ ഷെയറിനുള്ള റൈറ്റ് ഉണ്ട്. ഇനി അതല്ല, ഞാനത് മറ്റൊരാൾക്ക് ഡെലിവർ ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, ഞാൻ മറ്റൊരാൾക്ക് അത് കൊടുക്കുന്നു. സോ ആരാണോ അത് സ്വീകരിക്കുന്നത് അയാളാണ് പിന്നീട് എന്തിനുള്ള അവകാശം, ആ കമ്പനിയിലെ ഷെയറിനുള്ള അവകാശം. സോ ബെയറർ, ആരുടെ കയ്യിലാണോ ഡോക്യുമെൻ്റ് ഉള്ളത്, ആരാണോ ആ ഡോക്യുമെൻ്റ് വായിക്കുന്നത്, ആരുടെ കയ്യിലാണോ ആ ഡോക്യുമെൻ്റ് ഉള്ളത് അയാൾക്കാണ് കമ്പനിയിൽ ഷെയറിനുള്ള അവകാശം. സോ ജസ്റ്റ് ഡെലിവർ ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റൊരാളുടെ കയ്യിലെത്തിയാൽ പിന്നീട് അയാൾക്കായിരിക്കും ആ ഷെയറിനുള്ള അവകാശം. ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്നാണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളെ പോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുകളായിട്ട് ഇത് പരിഗണിക്കുന്നു. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓഫ് പബ്ലിക് കമ്പനി ആർ ട്രാൻസ്ഫറബിൾ. പറയേണ്ട ആവശ്യമില്ല, ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫറബിൾ ആണ്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഷെയർസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി സെർട്ടൻ റെസ്ട്രിക്ഷൻ ടു ട്രാൻസ്ഫർ ഷെയർസ്. പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയറുകൾ, ഓഹരികൾ കൈമാറ്റം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വൺ, ഫോർജ്ഡ് ട്രാൻസ്ഫർ.
Forged transfer an instrument of transfer of shares on which the signature of the transferor is forged is called a forged instrument. And any transfer based on such instrument is called forged transfer. അതായത് ഏതെങ്കിലും ഒരു ട്രാൻസ്ഫറിനെ എന്ത് ചെയ്യുന്നു, ഷെയർ ട്രാൻസ്ഫറിന് എന്ത് ചെയ്യുന്നു, ഫോർജറി ചെയ്യുക, മോശമായിട്ടുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുന്നു, അതിൽ സിഗ്നേച്ചർ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫറുടെ സിഗ്നേച്ചർ എന്ത് ചെയ്യുന്നു, ഫോർജറി ചെയ്തിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അതാണ് ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതൊരു ഇല്ലീഗലായിട്ടുള്ള കാര്യം. നെക്സ്റ്റ് വൺ, ബ്ലാങ്ക് ട്രാൻസ്ഫർ. ബ്ലാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അർത്ഥമാക്കേണ്ടത്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ബെയർ ബൈ ദ ട്രാൻസ്ഫറർ ഹാൻഡ് ഓവർ ടു ദ ബയർ ഓഫ് സർട്ടിഫിക്കറ്റ് ആൻഡ് ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ട്രാൻസ്ഫറർ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, ബയർക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ആൻഡ് എ ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ്, ഒന്നും എഴുതാത്ത ഒരു ട്രാൻസ്ഫർ ഡീഡിനോടൊപ്പം ഒരു സർട്ടിഫിക്കറ്റും കൂടി ട്രാൻസ്ഫറർ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ അതാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ബ്ലാങ്ക് ട്രാൻസ്ഫറർ ഫിൽസ് ഇൻ ഓൺലി ഹിസ് നെയിം ആൻഡ് സിഗ്നേച്ചർ. ബ്ലാങ്ക് ട്രാൻസ്ഫറിൽ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫറർ അയാളുടെ പേരും സിഗ്നേച്ചറും മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാക്കിയൊന്നും എഴുതി ചേർക്കുന്നില്ല. ട്രാൻസ്ഫർ ഡീഡിൽ ഒരു കാര്യവും എഴുതി ചേർക്കുന്നില്ല. ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഈസ് നോട്ട് മെൻഷൻഡ്. ആർക്കാണ് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം പോലും ട്രാൻസ്ഫർ ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഹൂ വാണ്ട്സ് ടു റീറ്റെയിൻ ദി ഷെയർ, ആർക്കാണോ ആ ഓഹരിയെ റീറ്റെയിൻ ചെയ്യേണ്ടത്, കൈവശം വെക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആർക്കാണോ അത് വെക്കേണ്ടത്, ഹീ ക്യാൻ ഫിൽ ഹിസ് നെയിം, അയാൾക്ക് അയാളുടെ പേരെന്ത് ചെയ്യാം, അതിൽ എഴുതി ചേർക്കാം. ഡേറ്റ് ആൻഡ് ഗെറ്റ് രജിസ്റ്റേർഡ് ഇൻ ദി കമ്പനീസ് ബുക്ക്. ആ ട്രാൻസ്ഫർ ഡീഡിൽ എന്ത് ചെയ്യാം, ആർക്കാണോ ആ ഷെയറിനെ റീറ്റെയിൻ ചെയ്യേണ്ടത് അയാൾക്ക് ആ പേര്, കമ്പനിയുടെ പേരെന്ത് ചെയ്യാം, അയാളുടെ പേരെന്ത് ചെയ്യാം, അതിൽ എഴുതി ചേർക്കാം. ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കാം. എന്നിട്ട് കമ്പനി ബുക്കിലേക്ക് എന്ത് ചെയ്യാം, അത് എഴുതി ചേർക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഡീഡും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ ഡീഡ്, ഉടമ്പടി, ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഉടമ്പടി രേഖയിൽ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫറർ അയാളുടെ പേരും ഒപ്പും മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ആർക്കാണ് കൊടുക്കുന്നത് എന്നോ എത്ര വിലക്കാണോ കൊടുക്കുന്നത് എന്നോ ഒരു കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇഫ് എനി പേഴ്സൺ വാണ്ട് ടു റീറ്റെയിൻ ദി ഷെയർ, ആർക്കെങ്കിലും ആ ഷെയറിനെ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അയാളുടെ പേരും ഡേറ്റും ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, അതിനെ റീറ്റെയിൻ ചെയ്യാം. എന്നിട്ട് കമ്പനി ബുക്കിൽ രേഖപ്പെടുത്താം, രജിസ്റ്റർ ചെയ്യാം. അടുത്തതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും തമ്മിൽ വ്യത്യാസമുണ്ട്, നമുക്ക് നോക്കാം. ട്രാൻസ്മിഷൻ ഈസ് എ പാസിംഗ് ഓഫ് ടൈറ്റിൽ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ഷെയർസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോൺ ഓൺ ദി ഹാപ്പനിങ് ഓഫ് ഡെത്ത്, ഇൻസോൾവൻസി, ലുനാസി ഓഫ് ദി ഷെയർ ഹോൾഡർ. ഒരു ഓഹരി ഉടമയ്ക്ക് മാനസികമായ പ്രശ്നങ്ങൾ സംഭവിക്കുകയോ, ഒരു ഓഹരി ഉടമയ്ക്ക് പാപ്പരാവുകയോ, ഒരു ഓഹരി ഉടമ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിയമപ്രകാരം ഒരു ഷെയറിൻ്റെ ഉടമസ്ഥാവകാശം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അതാണെന്ത്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയപ്പെടുന്നത്. നിയമപ്രകാരം ട്രാൻസ്മിഷൻ ഈസ് ദ പാസിംഗ് ഓഫ് ടൈറ്റിൽ ഓഫ് പ്രോപ്പർട്ടി. ട്രാൻസ്മിഷൻ എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്, ഒരു പ്രോപ്പർട്ടി, ഷെയർസിൻ്റെ മുകളിലുള്ള അവകാശം പാസ് ചെയ്യുക, കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ്. ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ, നിയമത്തിൻ്റെ പ്രവർത്തനത്താൽ, ഓൺ ഹാപ്പനിങ് ഓഫ് ഇവൻ്റ് ആസ് ഡെത്ത്, ഇൻസോൾവൻസി, ലുനാസി ഓഫ് ദി ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡറുടെ മരണമോ ലുനാസിയോ ഭ്രാന്തോ അല്ലെങ്കിൽ ഡെത്തോ കാരണം എന്ത് ചെയ്യുന്നു, ഒരു നിയമപ്രകാരം എന്ത് ചെയ്യുന്നു, ഒരു ഷെയറിൻ്റെ ഉടമസ്ഥാവകാശം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ഓക്കെ, അതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്നറിയപ്പെടുന്നത്. പിന്നെ പറയുന്നു ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ഷെയർ ട്രാൻസ്മിഷൻ ചെയ്യണമെങ്കിൽ വ്യത്യസ്തമായ മെത്തേഡുകളുണ്ട്. ഡെത്ത് ഓഫ് എ ജോയിൻറ്റ് ഹോൾഡർ ഓഫ് ഷെയർസ്. ജോയിൻറ്റ് ഹോൾഡർ ഓഫ് ഷെയർ, ഒരു ഷെയറിൻ്റെ ജോയിൻറ്റ് ഹോൾഡറിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ ഷെയർ എന്ത് ചെയ്യുന്നു, മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഡെത്ത് ഓഫ് സോൾ ഹോൾഡർ. ഇനി എന്ത് ചെയ്യുന്നു, സോൾ ഹോൾഡർ ഏതെങ്കിലും ഒരൊറ്റ ഷെയർ വാങ്ങിയിട്ടുള്ള ഒറ്റ ആളേ ഉള്ളൂ എങ്കിൽ അയാളുടെ മരണശേഷം അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിലേക്ക്, ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള ആളുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു.
ഒഫീഷ്യൽ അസൈനീൻ്റെ കേസിലുണ്ട്. അതുപോലെ അൺസൗണ്ട് മൈൻഡിൻ്റെ കേസിലും എന്ത് ചെയ്യുന്നു, അത് മറ്റുള്ളവരിലേക്ക് പോകുന്നു. പിന്നെ വൺ പേഴ്സൺ കമ്പനിയുടെ കേസിൽ അതിൻ്റെ വൺ ഡയറക്ടർ ഉണ്ടാവുള്ളൂ. അയാൾ മരണപ്പെട്ടു പോയാൽ നോമിനിക്കാണ് എന്ത് ചെയ്യുക, അയാളുടെ നോമിനി ആയിട്ടുള്ള വ്യക്തി ഉണ്ടാവും. ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ നോമിനേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി അയാളായിരിക്കണം അവിടെ പ്രവർത്തിക്കേണ്ടത്. അടുത്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഈസ് എ വളണ്ടറി ട്രാൻസ്ഫർ. സ്വമേധയാ ഒരു ഓഹരി ഉടമ അയാളുടെ ഷെയറിനെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതാണ് വളണ്ടറി ട്രാൻസ്ഫർ. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻവളണ്ടറി, സ്വമേധയാ അല്ല. ഓഹരി ഉടമയുടെ മരണമോ പാപ്പരത്വമോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇൻസോൾവൻസി അതുപോലെ ലുനാസിയോ ഒക്കെ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൽ പറയുന്നത് ട്രാൻസ്ഫർ ടു ദി കമ്പനിയാണ്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന ആർക്കാണ്, കമ്പനിക്ക് തന്നെയാണ്. പിന്നെയോ അപ്ലിക്കേഷൻ ബൈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈസ് സഫിഷ്യൻറ്റ്. എന്ത് ചെയ്യുന്നു, അപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു നിർബന്ധമാണ്. എന്ത് ചെയ്യണം, ലീഗൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഷെയറിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊടുക്കുകയുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ടേക്ക് പ്ലേസ് അറ്റ് എനി ടൈം. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് സാധ്യമാവുകയുള്ളൂ. കാരണം മരണമോ ഇൻസോൾവൻസിയോ ലുനസിയോ ഒക്കെ വരണം. പക്ഷേ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഏത് സമയത്തും എന്ത് ചെയ്യാം, നടത്താം. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൽ വാലിഡ് കൺസിഡറേഷൻ ഉണ്ട് അല്ലേ, എന്തെങ്കിലും പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും റിട്ടേൺ ഓർ റിവാർഡ് ഉണ്ടാവും. പക്ഷേ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിൽ എന്ത് ചെയ്തില്ല, നോ കൺസിഡറേഷൻ ആണ്. ഓക്കെ, നോ കൺസിഡറേഷൻ. തൽക്കാലം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.